പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:3 യേശു പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോയ യേശുനാഥൻ വീണ്ടും വരുന്നത് നാം ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ്. യോഹന്നാൻ 6:38 യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. 1 കൊറിന്തോസ് 2:9 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. 2 കൊറിന്തോസ് 5:1 പറയുന്നു, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ലൂക്ക 12:33 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. നാം നിക്ഷേപം സംഭരിച്ചു വയ്ക്കുന്നുണ്ട്, പക്ഷെ അത് ഭൂമിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അവയെല്ലാം നശിച്ചു പോകും, അവയൊന്നും ശാശ്വതമല്ല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? വിശുദ്ധിയാണ്. നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. കാരണം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാനോ ദൈവ രാജ്യത്തിൽ പ്രവേശിക്കുവാനോ സാധിക്കുകയില്ല. നാം പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക നീതിയിലും ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയിലേക്ക് വരാൻ കഴിയുന്നത്. അതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പാവബോധവും പശ്ചാത്താപവും മാനസാന്തരവും നൽകി നമ്മെ പുതിയ വ്യക്തിയാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുവാനാണ് എന്ന് നാം മറന്നുപോകരുത്. ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് പരിശുദ്ധി വേണം. എനിക്കും നിങ്ങൾക്കും ഒരു തോന്നലുണ്ട്, നാം വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിനാൽ ഇതേ രീതിയിൽ ജീവിച്ചാൽ മതി എന്ന്. എന്നാൽ നമുക്ക് ധാരാളം കുറവുകൾ ഉണ്ടെന്ന് നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് തൻ്റെ തിരുവചനങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും പ്രവർത്തന രീതിയിലും മാറ്റം വന്നാൽ മാത്രമേ വിശുദ്ധിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിനെതിരായ ചിന്തകൾ നാം സൂക്ഷിക്കുമ്പോൾ നാം അശുദ്ധരാണ്. വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും സ്വാർത്ഥതയും കുറ്റം വിധിക്കലും പരദൂഷണവുമായി നാം ജീവിക്കുമ്പോൾ നാം എല്ലാവരും അശുദ്ധരായി മാറുകയാണ്. സ്വർഗത്തിന് അവകാശികളായി മാറുന്നുമില്ല. സ്വർഗത്തിന് അവകാശികളായി ദൈവത്തിനൊപ്പം ജീവിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. വിശുദ്ധിയിലേക്ക് വരാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.